പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കപ്പലയുടെ പെരുന്നാൾ തുടങ്ങിയിട്ട് കൊച്ചു തെരേസയാണേ പുണ്യാളത്തി പള്ളിക്കുള്ളിലും പുറത്തുമൊക്കെ അലങ്കരിച്ചേക്കുന്ന ലൈറ്റ് എഫക്ട്സ് എല്ലാം ഓണാക്കി കാണാൻ പറ്റുന്നത് ലൈറ്റ് ഓൺ ക്രമത്തിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര അനുഗ്രഹം കേട്ടോ. ഇവിടെ ജാതി മതഭേദമന്യേ വന്ന് പ്രാർത്ഥിക്കുകയും പ്രതിസന്ധിയായിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്യണ ആണ് കേട്ടോ. അങ്ങനെ നല്ലൊരു ഭയങ്കര അനുഗ്രഹം നിറഞ്ഞൊരു കപ്പേളയാണ്. എല്ലാ മെയ് മാസവും ആദ്യത്തെ ശനിയും ഞായറുമാണ് തിരുനാളം നടത്തുന്നത്. അതിനകത്ത് വെള്ളിയാഴ്ച ദിവസം അതിപ്പം പള്ളിയിലാണെങ്കിലും കപ്പളകളിലാണെങ്കിലും വെള്ളിയാഴ്ച ദിവസം ലൈറ്റ് ഓൺ കർമ്മം എന്നൊരു ഇതുണ്ട് കേട്ടോ. അത് നമ്മുടെ കുർബാനയും നൊവേനയ്ക്ക് ശേഷമാണ്. നമ്മുടെ പെരുന്നാളിലെ ബാക്കി എല്ലാ കാര്യങ്ങളും പോലെ തന്നെ ഇതും ഒരു പ്രധാന ഭാഗമുണ്ട് ലൈറ്റ് ഓൺ കർമ്മം. അതിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ ലൈറ്റ് ഓൺ കർമ്മത്തിൻ്റെ വീഡിയോസ് ഞാൻ ഷോർട്ടാക്കി ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പം കാണാൻ താല്പര്യമുള്ളവർക്ക് അത് പോയി കാണാം കേട്ടോ. പെരുന്നാൾ തുടങ്ങുന്നതിൻ്റെ തിങ്കളാഴ്ച നൊവേനയും കുർബാനയൊക്കെ തുടങ്ങും. പിന്നെ വെള്ളി ശനി ഞായറുകളാണ് ശരിക്കുമുള്ള പെരുന്നാൾ. അതായത് ശനി ഞായറും മെയിൻ കേട്ടോ. ശനി ഞായറും അമ്പെടുത്ത് വയ്ക്കൽ, അമ്പും കിരീടവും, പ്രസിദ്ധി ഭാഷ, ആഘോഷമായ പാട്ടുകുർബാന, പ്രദക്ഷിണം, ഇതൊക്കെയാണ് കേട്ടോ ശനി ഞായർ ദിവസങ്ങളിൽ. അപ്പോൾ അപ്പൂസ് എൻ്റെ കയ്യിൽ ഇരുന്നുകൊണ്ട് തന്നെ വിശുദ്ധ കൊച്ചു തെരേസയെ മുത്തിയിട്ട് അവിടെ ഇതൊരു വാക്യമൊക്കെ എടുത്തു. നല്ലൊരു വാക്യം എടുത്തേട്ടോ. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും എന്നാണ് വാക്യം കിട്ടിയത്. നല്ലൊരു വാക്യം കിട്ടിയത് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ നാടകം കാണാൻ വേണ്ടി പോയിരുന്നു കേട്ടോ. പോയിരുന്നപ്പോഴേക്കും നല്ല കാറ്റും മഴയൊക്കെ വന്നു. മഴ പെയ്തു ശക്തിയായിട്ട്. അപ്പോൾ പിന്നെ നാടകം ഒന്നും തുടങ്ങിയില്ല. ഇടവക പള്ളിയിൽ നടത്തുന്ന പോലെ തന്നെയാണ്. നല്ല ഭയങ്കര ആഘോഷമായിട്ടാണ് നമ്മുടെ കപ്പളയിലും പെരുന്നാളും നടത്തുന്നത്. ഒത്തിരി പേരെ പ്രാർത്ഥനയായിട്ട് അനുഗ്രഹം കിട്ടുന്നൊരു കപ്പളയാണ്. അവിടെ ഇഞ്ചിമുട്ടായിയും കപ്പളിൻ്റെയൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ നിന്നൊരു ഇഞ്ചിമുട്ടായൊക്കെ വാങ്ങിച്ച് കഴിച്ചൊക്കെ ഞങ്ങൾ പിന്നെ വീട്ടിൽ പോകുന്നു കേട്ടോ. മഴ തോന്നപ്പോഴേ കപ്പളയുടെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീടും കേട്ടോ. ചെന്നിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യേണ്ട ചോറിന് കേട്ടോ. അങ്ങനെ ചിക്കനും ഫ്രൈ ചെയ്ത് ചോറും ഒക്കെ കഴിച്ച് പിറ്റേന്ന് അതായത് ഇന്ന് ശനിയാഴ്ച രാവിലെ അപ്പൂസിന് വൈറ്റമിൻ എടുക്കാനൊക്കെ പോകണമായിരുന്നു കേട്ടോ. പിടിയും കോഴിയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വൈറ്റമിൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ NS മാഡത്തിനെ കണ്ടു കേട്ടോ. അപ്പോൾ NS മാഡത്തിനെ കണ്ടപ്പോൾ എനിക്ക് ഈ ഗുരുക്കന്മാരെ കണ്ട സന്തോഷമാണ് എനിക്ക് തോന്നി എനിക്ക് കേട്ടോ. അങ്ങനെ മാമിനോടും സംസാരിച്ച് എന്നിട്ട് അപ്പൂസിന് മരുന്ന് കൊടുക്കാൻ നമ്മൾ പോയിരുന്നു. അപ്പൂസാണെങ്കിൽ വാ തുറന്ന് കൊടുക്കണമില്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ മടി ഇരുത്തി ബലം പിടിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഓട്ടോയിൽ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും. പിന്നെ ഉച്ചക്കത്തേക്കുള്ള മോരുകറി ഒന്നിലും ഉണ്ടാക്കി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് പോയത്, ചിക്കൻ കറിയും വെച്ചായിരുന്നു. പിന്നെ കൂർക്ക ഒലത്തിയതും രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വന്നിട്ട് വേറെ വലിയ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം കുറച്ച് എഡിറ്റിങ്ങിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ കൊച്ചുങ്ങൾക്കും ചോറ് കൊടുത്ത് ഞാനും കഴിച്ചു. അപ്പോൾ പിള്ളേർക്ക് ചോറ് കൊടുക്കുമ്പോൾ തന്നെ അവിടെ എല്ലാം വീഴും കേട്ടോ. അങ്ങനെ അതൊക്കെ അടിച്ചു വാരി എന്നിട്ട് ടോമി മോനും പൂച്ചയമ്മയ്ക്കും പൂച്ചമക്കൾക്കും ഒക്കെ എല്ലാവർക്കും ചോറും വെള്ളമൊക്കെ കൊടുത്തിട്ട് ഞാൻ വീണ്ടും വന്നിരുന്നാണ് എഡിറ്റ് ചെയ്യാനാട്ടെ. വൈകിട്ട് 5 മണിക്ക് ഇനി പള്ളിയിൽ പോകണം. അതിനു മുമ്പ് കുറച്ച് ജോലിയുടെ ഒതുക്കി തീർക്കാനുണ്ട്. അതും കൂടെ തീർക്കണം. അവിമോളുടെ ടേബിളാണിത്. അവിമോള് എല്ലാം കഴിച്ച് വെച്ചേക്കാം ഞാനതെല്ലാം. അപ്പോൾ എനിക്കിന്ന് ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യാനാണ് തോന്നിയത്. ഒരു പ്രത്യേക പോസിറ്റിവിറ്റി തോന്നി കേട്ടോ. പിന്നെ എൻ്റെ ഫോണും ചാർജിങ്ങിലാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം വൈകിട്ട് പള്ളിയിൽ പോകണം. അതിനുമുമ്പ് വേഗം എഡിറ്റ് ചെയ്ത് തീർത്തിയാണ്. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം കേട്ടോ. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഷെയറും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.